ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 2024 ജൂലൈ 1 PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇനി വരാൻ പോകുന്ന KAS 10th മെയിൻസ്, ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ്, +2 പ്രിലിംസ് ആൻഡ് മെയിൻസ്, CPO, സബ് ഇൻസ്പെക്ടർ പോലെയുള്ള എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡെക്വർത്ത് ലൂയി നിയമത്തിൻ്റെ സ്രഷ്ടാക്കളിൽ ഒരാളായ ഫ്രാങ്ക് ഡെക്വർത്ത് അന്തരിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ബൗളറാണ് ഓസ്ട്രേലിയയുടെ പാറ്റ് കമിൻസ്. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ബൗളറാണ് ഓസ്ട്രേലിയയുടെ പാറ്റ് കമിൻസ്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയുമായി എസ്റ്റോണിയൻ താരം സഹിൽ ചൗഹാൻ 27 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ഡേവിഡ് വാർണർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ന്യൂസിലാൻഡ് പേസ് ബൗളർ ട്രെന്റ് ബോൾട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലാൻഡിൻ്റെ ലോക്കി ഫെർഗൂസന് പുതിയ ലോക റെക്കോർഡ്. 24 പന്തിൽ 1 റൺസ് പോലും വഴങ്ങാതെ 3 വിക്കറ്റ് നേടിയ ഫെർഗൂസൺ ലോകകപ്പിൽ 4 ഓവർ മെയ്ഡനാക്കുന്ന ആദ്യ ബൗളറായി. KP രാമനുണ്ണിക്കും വി ഷിനിലാലിനും ജിൻഷ ഗംഗയ്ക്കും OV വിജയൻ പുരസ്കാരം. KP രാമനുണ്ണിക്കും വി ഷിനിലാലിനും ജിൻഷ ഗംഗയ്ക്കും OV വിജയൻ പുരസ്കാരം. സിറിൽ റാമഫോസ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2018 റാമഫോസ ആദ്യം അധികാരത്തിലേറിയത്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് സിറിൽ റാമഫോസ. ഓക്കെ, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം. ഫിൻലാൻഡിൽ നടന്ന പാവോ നൂർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിൽ 85.7 മീറ്റർ എറിഞ്ഞ് ഇന്ത്യയുടെ നീരജ് ചോപ്ര സ്വർണം നേടി. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട്. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഒരുപാട് എക്സാംസിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കണം കേട്ടോ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട്. ഓക്കെ, ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടി ഇറ്റലിയിലെ പഗ്ലിയയിൽ ആരംഭിച്ചു. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് G7 അംഗങ്ങൾ. അപ്പോൾ ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടി 2024 നടന്നത് ഇറ്റലിയിലെ പഗ്ലിയയിലാണ്. ഓക്കെ, G7 രാജ്യങ്ങളാണ് കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അമേരിക്ക. ഓക്കെ, അരുന്ധതി റോയ്ക്ക് പെൻപിൻഡർ പുരസ്കാരം.
അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നോബൽ ജേതാവായ എഴുത്തുകാരൻ ഹറോൾഡ് വിൻ്ററുടെ പേരിൽ നൽകുന്നതാണ് ഈ പുരസ്കാരം. അപ്പോൾ 2024 പെൻ പിന്റർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ്. ഓർത്തു വെച്ചോണേ. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അർമീനിയയും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അർമീനിയയും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു. ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 6ാം സ്ഥാനം. ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 6ാം സ്ഥാനം. നീറ്റ്, UG, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയെ മുൻ ISRO ചെയർമാൻ കെ രാധാകൃഷ്ണൻ നയിക്കും. നീറ്റ്, UG, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയെ മുൻ ISRO ചെയർമാൻ കെ രാധാകൃഷ്ണൻ നയിക്കും. ഇപ്പോഴത്തെ ISRO ചെയർമാനാണ് വി നാരായണൻ. അത് ഓർത്തു വെച്ചോണേ. ഇപ്പോഴത്തെ ISRO ചെയർമാൻ വി നാരായണൻ. ഓക്കെ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മേളനം കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ VCയും സംസ്കൃത പണ്ഡിതനുമായ ഡോക്ടർ KG പൗലോസിന് 1,00,000 രൂപയാണ് സമ്മാനത്തുക. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മേളനം കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ VCയും സംസ്കൃത പണ്ഡിതനുമായ ഡോക്ടർ KG പൗലോസിന് 1,00,000 രൂപയാണ് സമ്മാനത്തുക. 18ാം ലോകസഭയുടെ പ്രോടൈം സ്പീക്കറായി ഭർതൃഹരി മേത്താബ് നിയമിതനായി. 18ാം ലോകസഭയുടെ പ്രോടൈം സ്പീക്കറായി ഭർതൃഹരി മേത്താബ് നിയമിതനായി. ഓം ബിർള ലോകസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബൽറാം താക്കർക്ക് ശേഷം തുടർച്ചയായ 2ാം വട്ടവും സ്പീക്കറാകുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പം ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ഓം ബിർള. രാഹുൽ ഗാന്ധിയെ 18ാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധിയെ 18ാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു. അപ്പോൾ 18ാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മാനന്തവാടി MLA ആയ OR കേളുവാണ് പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി. ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ജയിച്ച കെ രാധാകൃഷ്ണൻ്റെ ഒഴിവിലാണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് OR കേളു. ഓക്കെ. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി പ്രേമഖണ്ഡു അധികാരം ഏറ്റു. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു. തമ്പിൻ്റെ കഥാകാരൻ ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു. കൊൽക്കത്തയുടെ ചരിത്രകാരൻ P. തങ്കപ്പൻ നായർ അന്തരിച്ചു. വിഖ്യാത കനേഡിയൻ നടൻ ഡൊണാൾഡ് സദർലാൻഡ് അന്തരിച്ചു. ഓക്കെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്